ചെറിയ ഒരു സുഹൃതമാണെന്ന് കരുതിയിട്ട് തള്ളിക്കളയാമോ? ഇല്ലേ, ഇല്ല. വിശേഷിച്ചും സുഹൃതങ്ങൾക്ക് വലിയ പെരുമഴ ലഭിക്കുന്ന, കൂലി ലഭിക്കുന്ന റമളാൻ മുന്നിൽ വരുമ്പോ ഒരു ചെറിയ അമല് പോലും വെറുതെ ആക്കണ്ട. അത്താഴത്തിന്റെ നേരത്തെ നിൽക്കുമ്പോ പരമാവധി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ, 2 റക്അത്തെങ്കിലും നിസ്കരിച്ചോളൂ, കുറഞ്ഞ സമയമെങ്കിലും ദുആ ചെയ്തോളൂ. ഖുർആനോത്തിന് 24 മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അന്നും ഇന്നും എന്നും അത്താഴത്തിന്റെ നേരമാണ്. സുബ്ഹിന്റെ ശേഷമല്ല, മഗ്രിബിന്റെ ശേഷമല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുൽ മീൽ പഠിപ്പിച്ചില്ലേ, ഖുർആനോത്തിന് ഏറ്റവും ശക്തിയുള്ള സ്ഥലം വഖ്തുൽ അസ്ഹാർ. ഒരു പേജെങ്കിലും എന്നും പതിവായി റമളാനിൽ ഓതാൻ ഒരുമിക്കോ, സമയം അതിനു വേണ്ടി നീക്കി വെച്ചോ. നാവിലേക്ക് കാരക്ക വെക്കുമ്പോ ആദ്യമായി നിന്റെ വായിലൂടെ ഉള്ളിലേക്ക് ഉമിനീരിറങ്ങിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് ഖൈറാണോ നീ അല്ലാഹുവോട് ദ്വാരക്കുന്നത്, അതിന് ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നു പോകരുത്. അന്നാനത്തെ നോമ്പ് അല്ലാഹ് കബൂലാക്കി തരാൻ ഒന്ന് ദുആ ചെയ്തോ. വൈകല്യങ്ങൾ ധാരാളമല്ലേ, നമ്മൾ മാസൂമീങ്ങളല്ലല്ലോ. പറഞ്ഞതുണ്ട്, ചെയ്തതുണ്ട്, ചിന്തിച്ചതുണ്ട്, ഒക്കെ മാപ്പാക്കിയിട്ട് പടച്ച റബ്ബ് കബൂലാക്കുന്ന നോമ്പായി കിട്ടിയാൽ എത്ര വലിയ വിജയമാണ്. സുഹൃതങ്ങൾ ചെറുതായി കാണരുത്. ഇമാമിങ്ങൾ ചെറിയ കാര്യം പോലും വലിയ അമലായി കണ്ടു. നിങ്ങൾ കേട്ടിട്ടില്ലേ, വലിയൊരു മുഹദ്ദിസ് ഉണ്ട് എന്ന് കേട്ടിട്ട് ഹദീസ് പണ്ഡിതനെ കാണാൻ വേണ്ടി അതേ 10-45 കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ച് വളരെ പ്രയാസങ്ങൾ സഹിച്ച് ഒരു ഹദീസ് പണ്ഡിതനെ കാണാൻ വേണ്ടി വേറൊരു മഹാനവറുകൾ ആ ഹദീസ് പണ്ഡിതന്റെ അടുത്ത് ചെന്നു നോക്കുമ്പോ ഈ ഹദീസ് പണ്ഡിതനോട് സലാം പറഞ്ഞു, സലാം അടക്കി. ആ വലിയ ഹദീസ് പണ്ഡിതൻ എന്താ പണിയെന്നറിയോ? ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തിട്ട് മുന്നിൽ ഒരു നായയെ കാണുന്നുണ്ട്. ആ നായന്റെ അടുത്തേക്ക് ഈ പാത്രം ഇങ്ങനെ നീക്കി കൊടുക്കുന്നു. നായ ഭക്ഷിക്കുന്നത് നോക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നായ തിരിഞ്ഞു പോകുമ്പോ ആ പാത്രം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതേ വേറൊരു ഭാഗത്ത് വെക്കുന്നു. ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി വന്ന മഹാപണ്ഡിതൻ നോക്കുന്നു. ഞാൻ വന്നിട്ട് സലാം പറഞ്ഞു, നായനെയാണല്ലോ പരിപാലിക്കുന്നത്, നായക്ക് ഭക്ഷണം കൊടുക്കുന്ന ശുഗലിലാണല്ലോ. അത് കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഓതിക്കൊടുത്തു. ആരെങ്കിലും പ്രതീക്ഷ വെച്ച് ഏതെങ്കിലും ഭാഗത്തുനിന്ന് വന്നാൽ നിരാശപ്പെടുത്താതെ മടക്കി വിട്ടാൽ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്. ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി വന്ന പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് ഈ ഹദീസ് ധാരാളമാണ്. ഈ പ്രദേശത്തൊന്നും എവിടെയും നായയില്ല, നായനെ പോറ്റുന്നവരില്ല. എവിടുന്നോ വന്നൊരു നായയാണ്. എന്നെ പ്രതീക്ഷിച്ച് വന്ന നായക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണ്ടേ എന്ന നിലക്ക് ഭക്ഷണം കൊടുത്തതാണ്. ഈ ഹദീസാണ് അതിന്റെ ആധാരം. അത് പറഞ്ഞു കൊടുത്തപ്പോ ഇത്രയും ദൂരം സഞ്ചരിച്ചതും അവിടെ കുറെ നേരം വിശ്രമിച്ചതും പരാതിയില്ലാതെ സ്വീകരിച്ചു പോയി. ഒരു ഹദീസിന്റെ മർമ്മം മനസ്സിലാക്കിയിട്ട് ഹദീസ് പണ്ഡിതന്മാരിങ്ങനെ അമല് ചെയ്യുമ്പോ സുഹൃതങ്ങൾ നമുക്ക് ധാരാളം അറിയില്ലേ. ഒരൊറ്റ സുഹൃതങ്ങളും ഒഴിഞ്ഞു പോകണ്ട. ആഖിറത്തിലും പ്രതിഫലം നഷ്ടപ്പെടുത്താത്ത ഒരുപാട് സുഹൃതങ്ങൾ ദുനിയാവിൽ ചെയ്യാൻ പറ്റും. എല്ലാ സുഹൃതങ്ങളിലും കഴിവിന്റെ പരമാവധി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തപസ്സിരുത്തണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സ്വന്തത്തിൽ പൂർണ്ണനാകാൻ ഈമാനും അമലു സ്വാലിഹാത്തും വേണം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മൂന്നാമത്തെ കാര്യം വതവാസൗ ബിൽ ഹഖ്, അന്യോന്യം സത്യോപദേശം നടത്തലാണ്, ധർമ്മോപദേശം നടത്തലാണ്. എന്താണ് ഹഖെന്ന് പറഞ്ഞാൽ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, അസ്സാബിതുല്ലദീ ലാ യസ്ഹു ഇൻകാർ
മിഖ്ദാറുഹു മിൻ ഇത്തിഖാദിൻ വഅമൽ. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും നിഷേധിക്കാൻ പറ്റാതെ സ്ഥിരപ്പെട്ട വിഷയമില്ലേ, ആ വിഷയത്തിനാണ് ഹക്കെന്ന് പറയുന്നത്. ആ ധർമ്മോപദേശം ആരോടും നടത്തണം. സ്വന്തക്കാരോട് വേണം, കുടുംബക്കാരോട് വേണം, കൂട്ടുകാരോട് വേണം. മറ്റൊരാളെ നീ ഒരു ഹക്കായ വിഷയം പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാൾ ചെയ്യുന്ന തെറ്റ് നീ തിരുത്തിയാൽ അതൊരു അമലാകട്ടെ, അബദ്ധധാരണയുള്ള ഇത്തിഖാദാകട്ടെ, നീ മറ്റൊരാള് നിന്റെ ഇൽമു കാരണം നന്നായി കിട്ടിയാൽ മറ്റൊരാളെ നന്നാക്കി എന്ന അർത്ഥത്തില് സാമൂഹ്യ രംഗത്തോട് നീ വലിയൊരു സേവനം ചെയ്തു, വലിയൊരു കടപ്പാട് നിർവഹിച്ചു. നമ്മൾ സ്വന്തം നന്നായാൽ പോരാ സഹോദരങ്ങളെ, മറ്റുള്ളവരെയും നന്നാക്കുന്ന ഡ്യൂട്ടി അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതും വിജയത്തിന്റെ മൂന്നാമത്തെ കാര്യമാണ്. ധർമ്മോപദേശം കുറയരുത്. അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ. അത് നാട് വിട്ടുകൊണ്ട് നീങ്ങാൻ പാടില്ല. നീങ്ങിയാലോ അള്ളാഹുവിന്റെ പരീക്ഷണം പരന്ന രൂപത്തിൽ വരും. എല്ലാവർക്കും വ്യാപിക്കുന്ന രൂപത്തിൽ പരീക്ഷണം വരും. ചെറുതല്ല വരിക, വലുതാണ് വരിക. അംഗീകരിക്കാൻ കഴിയാത്ത അധർമ്മികളായ ആളുകളെ നമ്മുടെ മേൽ അല്ലാഹു തആല ചുമതല ഏൽപ്പിച്ചു തരും. അതിന്റെ കുറവെന്താ കാരണം എന്നറിയോ? നല്ലത് കൽപ്പിക്കുന്നിടത്ത് ആളുകൾ കുറഞ്ഞുപോയി, തിന്മ വിരോധിക്കുന്നിടത്ത് ആളുകൾ കുറഞ്ഞുപോയി. അത് കുഴപ്പമില്ല, ഇപ്പത്തെ കാലത്ത് അങ്ങനൊക്കെ നടക്കുള്ളൂ എന്ന് ഉപായം പറഞ്ഞ് തിന്മകളോട് സപ്പോർട്ട് ചെയ്തു പോയി. നന്മ പറയാൻ ആളുകൾക്ക് വിമുഖതയായി പോയി. ഞാനത് പറഞ്ഞാൽ അയാൾ എങ്ങനെ എടുക്കും, ഞാൻ അങ്ങനെ പറയാൻ ഞാൻ അതിന് മാത്രമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കൽപ്പിക്കുന്നത് നിന്നു, നിരോധിക്കുന്നതും നിന്നപ്പോ ഇതൊക്കെ സഹോദരങ്ങളെ സമൂഹത്തിൽ ഒരു ഭാഗത്ത് അടഞ്ഞു പോയപ്പോ നമ്മുടെ മേൽ അല്ലാഹു അധികാരം ഏൽപ്പിക്കുന്നത് ആരെയാണ്? സഹിക്കാൻ പറ്റാത്തവരെയാണ്, അംഗീകരിക്കാൻ ഒരു നിലക്കും കഴിയാത്തവരെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ കാണേണ്ടതാണ്. അതുകൊണ്ട് നന്മ കൽപ്പിക്കുന്നിടത്ത് കുറവുണ്ടാകരുത്, തിന്മ വിരോധിക്കുന്നിടത്ത് കുറവുണ്ടാകരുത്. ധർമ്മോപദേശത്തിന് എത്ര വലിയ സൗന്ദര്യമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കുപോലെ ഉമ്മമാരെ, ഭർത്താക്കന്മാര് ധർമ്മോപദേശം നടത്തണം. മുത്തുനബി തങ്ങൾക്ക് ആ വാക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. 10 റക്അത്ത് വിത്റിന്റെ 10 റക്അത്ത് നിസ്കരിച്ച് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി നബി തങ്ങൾ ഒന്ന് ചെരിഞ്ഞു കിടക്കുമ്പോ ഈ 10 റക്അത്ത് എത്ര ദീർഘിച്ചതാണെന്നറിയോ? ചിലപ്പോ 2 മണിക്കൂർ ഉണ്ടാകും, ചിലപ്പോ 3 മണിക്കൂർ ഉണ്ടാകും, ചിലപ്പോ 4 മണിക്കൂർ ഉണ്ടാകും. അത്ര ദീർഘിച്ച നിസ്കാരം നിസ്കരിച്ച് തങ്ങളൊന്ന് വിശ്രമിക്കാൻ കിടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാൽഭാഗത്ത് വന്നിട്ട് വിനയത്തോടെ സന്തോഷത്തോടെ ഒരു ചോദ്യം, അതനാമു ഖബല അൻ തൂതിറാ, ഒരു റക്അത്തും കൂടി വിത്ർ നിസ്കരിക്കാനില്ലേ നബിയേ? വിത്ർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങുകയാണോ? എന്തൊരു സന്തോഷമുള്ള ചോദ്യമാണ്, എന്തൊരു ഉപദേശമുള്ള ചോദ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇഷു ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ 2 കണ്ണേ ഉറങ്ങുന്നുള്ളൂ, എന്റെ കൽബുറങ്ങുന്നില്ല. മുറിയുന്ന പ്രശ്നമില്ല. അതും പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നു. ഉമ്മമാര് ഉപ്പമാരെയും ഉപ്പമാര് ഉമ്മമാരെയും, ഇണകൾ പരസ്പരവും, ഭാര്യ ഭർത്താക്കന്മാര് മക്കളെയും ധർമ്മോപദേശം നടത്തണം. വലിയ വലിയ മഹാന്മാരൊക്കെ അവരെ മക്കളെ നന്നായി ഉപദേശിച്ച് നല്ല രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. സാമ്പത്തിക പുരോഗതി വന്നിട്ട് മക്കൾ ആ പുരോഗതിയിൽ അധർമ്മികളായി മാറാതിരിക്കാൻ കനപ്പെട്ട ഉപദേശം കൊടുത്തിട്ട് അവരെ മനസ്സിലേക്ക് ആഖിറം നിറച്ചു കൊടുത്തിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2 വർഷവും ചില്ലറ മാസവും ഭരിച്ച മഹാനാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖലീഫയായപ്പോ മകൻ ഒരു ഭരണം കൊടുത്തു, മദീനയുടെ ഭരണം. അബ്ദുൽ മലിക്കിന് മദീനയുടെ ഭരണം കൊടുത്തു. ആ അബ്ദുൽ മലിക്കിന് ഭരണം കിട്ടിയപ്പോ നല്ല സാമ്പത്തികമായി പുരോഗതിയല്ലേ ഖജനാവിലുള്ളത്. ഒരു മോതിരം വാങ്ങി. ആ മോതിരത്തിന്റെ വില 1000 ദിർഹമാണ്. ഖലീഫയായ ഉപ്പക്ക് വിവരം കിട്ടിയപ്പോ, എന്റെ മോനല്ലേ, കുറച്ചൊക്കെ 10
പത്രാസ് ഉണ്ടായിക്കോട്ടെ, ഭരണാധികാരിയല്ലേ എന്നല്ല ഉപ്പ കരുതിയത്. ഒരു കടലാസ് എടുത്തിട്ട് തിരിച്ചു മറുപടി കൊടുത്തു, മോനെ കയ്യിൽ ഭരണം കിട്ടിയപ്പോഴേക്ക് ആഖിറം മറന്നോ? ദുനിയാവിലെ പാവങ്ങളെ വിട്ടുപോയോ? 1000 ദിർഹമിന്റെ മോതിരമാണോ വാങ്ങിയത്? അത് നീ വിറ്റിട്ട് 1000 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. പകരം ഒരു ചൈനയുടെ ഒരു ഇരുമ്പിന്റെ മോതിരം വാങ്ങിയിട്ട് നീ അത് കയ്യിൽ ധരിച്ചോ? ആ മോതിരത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു കുറിപ്പും എഴുതി വെക്കണം, റഹിമല്ലാഹും റഅൻ അറഫ ഖദ്റ നഫ്സിഹി. സ്വന്തം ശരീരത്തിന്റെ നിലവാരം തിരിച്ചറിഞ്ഞ മനുഷ്യന് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ എന്നൊരു ഉപദേശവും എഴുതി വെക്കണം. ആ മോതിരം വഹിച്ച് വിറ്റോളണം മോനെ. 1000 പാവങ്ങൾക്ക്, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ. ഖലീഫയുടെ കീഴിലുള്ള ഒരു ചെറിയ അധികാരം സ്വന്തം മകന് കൊടുത്തിട്ട് ദുനിയാവ് മകന്റെ കയ്യിൽ കിട്ടിയിട്ട് അതുകൊണ്ട് ആ മകന് ഉല്ലസിക്കാവതല്ല, അതേ പറപറക്കാവതല്ല. ആഖിറം ഓർത്തിട്ട് ഭരണം നടത്തണേ. കാശില്ലാതെ വിഷമിച്ച സമയത്ത് സ്വന്തം പെൺമക്കൾക്ക് പെരുന്നാളിന് വസ്ത്രം വാങ്ങിക്കൊടുക്കാനില്ലാത്ത നേരത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖജനാവ് സൂക്ഷിക്കുന്ന, ട്രഷറി കൈകാര്യം ചെയ്യുന്ന തന്റെ കീഴിലുള്ള തൊഴിലാളിയോട് 2 മാസത്തെ ശമ്പളം നേരത്തെ തരുമോ? എന്തിനാന്ന് ചോദിച്ചപ്പോ, നാളെ കഴിഞ്ഞ് മറ്റന്നാള് പെരുന്നാളല്ലേ, എന്റെ മക്കൾക്ക് പുതുവസ്ത്രമൊന്നും വാങ്ങിയിട്ടില്ല. അവരെ കൂട്ടുകാരികൾ കണ്ടപ്പോ ചോദിച്ചു, പുതുവസ്ത്രം വാങ്ങിയിട്ടില്ലേ? ഞാനതങ്ങ് മറന്നുപോയി, എന്റെ കയ്യിൽ പണമില്ല, 2 മാസത്തെ ശമ്പളം നേരത്തെ തരുമോ? ഖജനാവ് സൂക്ഷിക്കുന്ന ആള് ഈ ഭരണാധികാരിന്റെ കീഴിലുള്ള തൊഴിലാളിയാണ്. പക്ഷേ ആ തൊഴിലാളി ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് പറഞ്ഞു, അടുത്ത 2 മാസം നിങ്ങൾ ജീവിച്ചിരിക്കുമെന്നതിന് ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി തരൂ, 2 മാസത്തെ ശമ്പളം നേരത്തെ തരാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് ട്രഷറി കൈകാര്യം ചെയ്യുന്ന ഖാസിനോട് പറഞ്ഞു, ബാറക്കല്ലാഹു ലക, അല്ലാഹ് നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. 2 മാസത്തിന് ഉറപ്പ് പറയുന്നത് എങ്ങനെയാ? എനിക്ക് ശമ്പളം വേണ്ട, ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു നിർത്തിക്കൊള്ളാം. രാജാക്കന്മാരെ, മതമേലാളന്മാര് ഉപദേശിച്ചിട്ട് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇസ്ലാമികമായ ത്യാഗത്തിന്റെ പരിവേഷം, സുഹൃദിന്റെ പരിവേഷം കൊടുത്തിട്ട് സാഹിദീങ്ങളാക്കി നടത്തിയിട്ടുണ്ട്. അത്താഉ ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം കേട്ടിട്ട് വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി കരയാത്ത ദിവസങ്ങളില്ല, ആഖിറത്തെ പറ്റി ചിന്തിക്കാത്ത സമയങ്ങളില്ല. വതവാസൗ ബിൽ ഹഖ്, വലിയ ഭരണാധികാരിയായ ഹാറൂൻ റഷീദിനെ അതേ ജനങ്ങളൊക്കെ മജ്നൂൻ മജ്നൂൻ എന്ന് വിളിച്ചിരുന്ന വലിയ മഹാനുഭാവനായ ബുഹ്ലൂൽ ഹാറൂൻ റഷീദിനെ വിളിച്ചിട്ട് പോകുന്ന വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട്, അള്ളാഹു തന്ന ഭരണം എത്ര കാലമുണ്ടെന്നാ കരുതിയത്? ജനങ്ങൾക്കിടയിൽ നിനക്ക് അഹങ്കാരമുണ്ടോ? നിനക്ക് അഹംഭാവമുണ്ടോ? ഭരണാധികാരിക്ക് വാതു പറഞ്ഞു കൊടുത്തിട്ട് ഹാറൂൻ റഷീദിനെ കരയിപ്പിച്ചു പോയി. ബുഹ്ലൂൽ എന്റെ ജീവിതത്തിൽ നല്ല മാറ്റം വരുത്തിയെന്ന് ഹാറൂൻ റഷീദ് പലവരും പറയാറുണ്ട്. വതവാസൗ ബിൽ ഹഖ്, ആരോടും ധർമ്മോപദേശം നടത്തണം. വതവാസൗ ബിസ്സബ്രി, അന്യോന്യം സബർ കൊണ്ട് ഉപദേശിക്കണം. ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാറ്റം സബർ എന്ന് പറയുന്ന കാര്യത്തിലൂടെയാണ്. ക്ഷമിച്ച് ജീവിക്കാൻ പറയണം. ഇരിക്കട്ടെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. 4 സബറാണ് പ്രധാനമായിട്ടുമുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിച്ചു. അസ്സബ്റു അനിൽ മഅസിയ, അസ്സബ്റു അലത് ത്വാഅ, അസ്സബ്റു അലൽ ബലാ. പരീക്ഷണത്തിന്റെ മേല് ക്ഷമിക്കുന്നൊരു ക്ഷമ, അതൊരു ക്ഷമയാണ്. മഅസിയത്തിൽ നിന്ന്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമൊരു ക്ഷമയാണ്. ആരാധനയിൽ പതിവാകുന്ന ക്ഷമൊരു ക്ഷമയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്തുകൊണ്ടുള്ള സബ്റൊരു ക്ഷുബ്റാണ്. ഇതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അസ്സബ്റു അനിൽ മഅസിയ, കുറ്റകൃത്യങ്ങൾ
ഞങ്ങൾ ചെയ്യാതെ ക്ഷമയുള്ള ജീവിതമില്ലേ? ആ ക്ഷമയോളം വലുപ്പമുള്ള, അതിനോളം മഹത്വമുള്ളൊരു ക്ഷമ ലോകത്ത് വേറെ ഇല്ല. ക്ഷമിക്കാൻ പറയണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, ത്യാഗങ്ങൾ വരും, ആരാധനകൾക്ക് മടികൾ വരുമ്പോ ക്ഷമ കൊണ്ട് ഉപദേശിക്കണം. അതേ മാസിയത്തുകൾക്ക് താല്പര്യം വരുമ്പോ മാസിയത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ധർമ്മോപദേശം, ക്ഷമോപദേശം കൊടുക്കണം. എത്ര പ്രതിസന്ധി വന്നാലും ദീന് വിട്ടുപോകാതെ ക്ഷമിച്ച് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ ക്ഷമ വേണം. ഈ ക്ഷമകളൊക്കെ പതിവാക്കണം. ആരാധനയിൽ ക്ഷമ വേണം, പരീക്ഷണത്തിൽ ക്ഷമ വേണം, മാസിയത്തിൽ നിന്ന് ക്ഷമ വേണം. വതവാസൗ ബിസ്സബ്രി, അന്യോന്യം ധർമ്മോപദേശം നടത്തണം, അന്യോന്യം സത്യോപദേശം നടത്തണം. നമ്മൾ സ്വന്തത്തിൽ മാത്രം നന്നാകാൻ ശ്രമിക്കരുത്. നമ്മുടെ കീഴിലുള്ളവരെ, നമ്മുടെ സഹജീവികളെ, നമ്മുടെ കൂട്ടുകാരെ, സഹജനങ്ങളെ ക്ഷമിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് നന്നാക്കിയിട്ട് അവരോടൊപ്പം നിന്നിട്ട് അവരെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ലവരാക്കി വളർത്തണം. അതേ സ്വന്തത്തിൽ ഈമാനും ഇഖ്ലാസും ഒക്കെ രൂഢമൂലമാക്കി പടച്ച റബ്ബിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഒരു കുറവും വരുത്താതെ മുന്നോട്ട് നീങ്ങണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് തരട്ടെ. നല്ല ക്ഷമ പാലിക്കുന്നതിന് ഒരു കുറവും ഉണ്ടാകരുത് സഹോദരങ്ങളെ. എല്ലാ നിലക്കും എല്ലാ കാര്യങ്ങളിലും നല്ല സ്വബർ പാലിക്കണം. കൂട്ടത്തിലൊന്ന് പറയട്ടെ, ആരാധനക്ക് വലിയ ക്ഷമ വേണം. പരിശുദ്ധ ഖുർആൻ അത് നന്നായി പഠിച്ചു ഓതേണ്ടവരാണ്. ഖുർആൻ പഠിച്ചവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞത്. ഖുർആനിന്റെ അർത്ഥം അറിയുന്നവരെ സംബന്ധിച്ച് മാത്രമല്ല, ഏറ്റവും അധികം അത് ബന്ധിക്കുന്നത് മഖ്റജ് അനുസരിച്ച് ഓതാനും ഓതിക്കൊടുക്കാനും കഴിവുള്ളവർക്കാണ്. അതേ തപ്പിത്തടഞ്ഞ് ഓതുന്ന ആളുകള് ക്ഷമാപൂർവം കുറെ നേരം അതിനു വേണ്ടി ക്ഷമയം നീക്കണം. അവർക്ക് ലഹു അജ്റാൻ, പ്രയാസം സഹിച്ചു ഓതുന്നവർക്ക് 2 കൂലിയാണ്. എങ്ങനെയെങ്കിലും ഓതേണ്ടതല്ല അല്ലാഹുവിന്റെ ഖുർആൻ. മഖ്റജ് അനുസരിച്ചത് പഠിക്കണം. അത് പഠിച്ചുകൊണ്ട് തന്നെ ഓതണം. ആ രീതിയിലാണ് പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ഇൽമ് നമുക്കെല്ലാവർക്കും ഏറ്റി തരട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാമിന്റെ ദീനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ നല്ല സ്വബർ വേണം. ഭൗതികത അതിനൊക്കെ എതിരായിരിക്കും, ഒരു പക്ഷേ പാശ്ചാത്യൻ കൾച്ചർ അതിനൊക്കെ എതിരായിരിക്കും. പക്ഷേ ദീനിന്റെ നിയമം മറിച്ചാണെങ്കിൽ നമ്മൾ അതാണ് കൊണ്ട് നടക്കേണ്ടത്. പ്രത്യേകിച്ച് സഹോദരങ്ങളോട് പറയട്ടെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വീട്ടിന്റെ ഉള്ളിൽ ഒരു പക്ഷേ നിങ്ങൾ കാണാൻ പറ്റിയ ആൾക്കാരെ ഉണ്ടാകുള്ളൂ. തലമറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും വരൂല. നിങ്ങൾ കൈയൊന്നും ഇട്ടില്ല, ഒരു ചെറിയ ഹാഫ് കൈയിന്റെ ഡ്രസ്സായിട്ടത് കുഴപ്പമൊന്നും വരില്ല. അവിടെ കാണാൻ പറ്റിയ ആൾക്കാരെ ഉണ്ടാകുള്ളൂ. പുറത്തിറങ്ങുമ്പോഴും അത് പോരാ. വീട് വിട്ട് പുറത്തിറങ്ങുമ്പോ നിങ്ങളെ കൈ മുഴുവനും മറക്കേണ്ടതാണ്, മാറിടം മറക്കേണ്ടതാണ്. കാലിന്റെ തായ്ഭാഗമൊന്നും കാണിക്കാൻ പാടില്ല. അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലും സഹോദരിമാര് അരക്കുപ്പായം, കാൽക്കുപ്പായുള്ള മാക്സിയും മറ്റും ധരിച്ചുകൊണ്ട് പോകരുത്. അവിടെ നിങ്ങളെ കാണാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ വരും. പൂർണ്ണമായി കഫുള്ളത് വാങ്ങാൻ കിട്ടാഞ്ഞിട്ടല്ല, പൂർണ്ണമായി കഫുള്ളത് കൊടുത്താൽ പറയുന്നത് വയസ്സെത്തിയാൾക്കുള്ളതാണ്. അതിന്റെ അർത്ഥം എനിക്ക് വയസ്സാകൂല, എല്ലാ കാലത്തും 18 ആകുള്ളൂ എന്ന് അതിന്റെ ധ്വനിയുള്ളത്. അങ്ങനല്ല. എന്നാ നല്ലത് വാങ്ങിയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് അടുപ്പിച്ചൂടെ? അടുപ്പിക്കുമ്പോഴും പറയും ഇത്ര മതി, ഫുള്ള് വേണ്ടാന്ന് പറയും. ഫുള്ളുള്ളത് ചുരുട്ടി വെച്ചാൽ പോരെ പണിയെടുക്കുന്ന സമയത്ത്. പുറത്തിറങ്ങും അത് പോരാ. ശ്രദ്ധിക്കേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കണം. അത് കൊണ്ടു നടക്കാൻ വലിയ സ്വബറുണ്ട്. നിര്യാണിക്ക് താഴെ വസ്ത്രം ഇഴഞ്ഞു നടക്കാൻ പാടില്ല. പാന്റാണെങ്കിലും ഏത് തരം വസ്ത്രമാണെങ്കിലും പുരുഷന്മാര് ഞെരിയാണിക്ക് മുകളിലാണ് വസ്ത്രം ധരിക്കേണ്ടത്. ഞെരിയാണിയുടെ ഭാഗത്തൊരു ചെറിയ വെള്ള കലയുണ്ട്. ആ കല മറക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ഞെരിയാണി മറക്കുന്നത്. വേണ്ട, ആ കല മറക്കാൻ അയാൾ സോക്സ് ഇട്ടോട്ടെ. എന്നാ പിന്നെ കല കാണൂലല്ലോ. തുണി എന്നാലും മേലോട്ട് ഉയർത്തണം. ഒരാൾ അങ്ങനെ കാരണം പറഞ്ഞപ്പെടുത്തും. അവിടെ ഒരു കല ഉണ്ട്, അത് കാണാതിരിക്കാനാണ്.
2 മുറാദ് വാസിലായി. കല കാണാതിരിക്കലും താഴോട്ടെടുക്കലും അത് വേണ്ട. അവിടെ ഷോക്സ് ധരിച്ചിട്ട് കല മറച്ചോട്ടെ. കല കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. എനിക്കും ഇങ്ങൾക്കൊക്കെ ഉണ്ടാകും. അത് നമുക്ക് ഉണ്ടായേക്കുമ്പോഴല്ലേ കാര്യം അറിയുള്ളൂ. പക്ഷെ തുണി അതിന്റെ പേരിൽ താഴോട്ട് കൊടുക്കണ്ട. തുണി മേലോട്ട്. അത് അല്ലാഹു തആലാക്ക് വെറുപ്പുള്ളൊരു സംഗതിയാണ്. റബ്ബ് റഹ്മത്തിന്റെ നോട്ടം നോക്കാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് അത് വേണ്ട. അത് ഏത് പാന്റാണെങ്കിലും തുണിയാണെങ്കിലും ഒക്കെ അതിന്റെ പരിമിതമായ രൂപത്തിൽ തന്നെ ഉപയോഗിക്കണം. അങ്ങനെ കൊണ്ടു നടക്കാനും ഒരു സ്വബർ വേണം, ഒരു ക്ഷമ വേണം. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ തക്ലീഫുകളൊക്കെ പ്രയാസങ്ങൾ നിറഞ്ഞതായി തോന്നും. പക്ഷേ ക്ഷമാപൂർവം അത് സ്വീകരിച്ച് അതിന്റെ സൗന്ദര്യം നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും രൂഢമൂലമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശദമായ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല, സമയം പരിമിതമായതുകൊണ്ട്. എല്ലാവരും നന്നായി പരിശുദ്ധ ഖുർആൻ ഓതുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ 4 കാര്യങ്ങളും ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോന്നും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വന്തത്തിൽ നന്നാവാനും മറ്റുള്ളവർ അതുവഴി നന്നാക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയും സ്നേഹിതന്മാരെയും അള്ളാഹുവിന്റെ മാർഗത്തിലായി ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകളാക്കി നല്ല റാഹത്തുള്ള ജീവിതത്തിന്റെ ഉടമകളാക്കി അല്ലാഹു തആല അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ.